കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ദൈവം അവസരമൊരുക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ആ സാന്നിധ്യം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നും ആ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിൽ പുതുതായി കടന്നു വന്നിരിക്കുന്നവരെ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ അത്ഭുതകരമായ കരം നീട്ടി ദൈവം നിങ്ങളെ നടത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് എഴുന്നേറ്റൊന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതാണ്. മത്തായി മാത്യു ചാപ്റ്റർ 15 21 മുതൽ 28 വരെ ഒന്ന് ചോദിക്കും. യേശു അവരുടെ നമുക്ക് 26-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും 28-ാമത്തെ വാക്യം കൂടെ പറയാം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ആ ബൈബിൾ താഴ്ത്തി വെച്ച് നിന്ന് കണ്ണിൽ അവസ്ഥ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് നീ സംസാരിക്കണമേ. ഞങ്ങൾ ഈ വചനവുമായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് സഭയ്ക്ക് വേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവിലല്ലല്ലോ ഹോളി സ്പിരിറ്റ്, അങ്ങയുടെ ശക്തി, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് ഈ ഹോളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രൂശിലെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ കൊണ്ടുപോകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്ത ചില പുതിയ മർമ്മങ്ങൾ, പുതിയ വെളിപ്പാടുകൾ ദൈവാത്മാവ് ഞങ്ങൾക്ക് തിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സഭ ഓരോരുത്തർക്കും വേണ്ടത് അവരുടേതായ രുചി കർത്താവേ നീ പാകം ചെയ്ത് വിളമ്പിക്കൊടുക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, മുദ്രയിടുന്നു. ശത്രു ഒരു കാരണവശാലും അവരെ തളർത്തി കളയുവാൻ സമ്മതിക്കാതെ, അവരെ കർത്താവെ നിരാശപ്പെടുത്തി കളയുവാൻ സമ്മതിക്കാതെ, മനസ്സിൽ കൊണ്ട് കള്ളൻ വിതയ്ക്കുവാൻ അനുവദിക്കാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ക്രൂശിലെ രക്തം കൊണ്ട് മുദ്രയിടുന്നു കർത്താവേ, ഈ പുൽപ്പിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ദൈവഹിതമല്ലാത്ത ഒരു ശബ്ദം ഇവിടുന്ന് മുഴങ്ങുവാൻ സമ്മതിക്കല്ലേ. ദൈവത്തിന്റെ ഹിതം മാത്രം ഇവിടുന്ന് മുഴങ്ങട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ട് നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു വേദഭാഗം നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യത്യസ്ത ആലോചനയുമായി ദൈവസഭയുടെ മുമ്പിൽ കർത്താവിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്. ദൈവത്തിന് ഇന്ന് നമ്മുടെ മധ്യേ ചില പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കർത്താവ് പ്രവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് റിജോയ്സ് ഉണ്ടാകണം, നമുക്ക് സന്തോഷമുണ്ടാകണം. അവൻ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ ഇന്നലെ പ്രവർത്തിച്ചെങ്കിൽ അവൻ ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ കരങ്ങളെ ശക്തിയോടെ തട്ടി ദൈവത്തിന് സ്വത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. വായ തുറക്കുവാൻ കഴിവുള്ളവർ വാ തുറന്ന് സ്തുതിച്ചുകൊണ്ട് കരമടിച്ചാട്ടെ. ശക്തിയോടെ ആ ശത്രുവിന്റെ കെട്ടുകളൊക്കെ പൊട്ടട്ടെ. ജീവനഭക്കം രാവണരന്തന ചൂടനഭക്കം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.
സ്ഥലങ്ങളെ തട്ടി ശക്തിയുടെ ആവശ്യം ദൈവത്തിന്. അത് 26-ാമത്തെ വാക്യം വായിച്ചു. അവനോ മക്കളുടെ അപ്പം. നമ്മുടെ വിഷയം ഇന്ന് മക്കളുടെ അപ്പം. പറഞ്ഞോളൂ, മക്കളുടെ അപ്പം. മക്കളുടെ അപ്പം. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കും. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു മക്കളുടെ അപ്പം എന്ന് പറഞ്ഞതാണ് എന്നെ ദൈവാത്മാവത്തോടെ എത്താൻ. മക്കളുടെ അപ്പം എന്താണ്? നമ്മൾ അതിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അപ്പൊ യേശു ക്രിസ്തു ആദ്യം പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? കർത്താവ് ഒരു സ്ത്രീ അവളുടെ അടുക്ക് വന്നു പറഞ്ഞു, എന്റെ മകൾ ഭൂതോപദ്രവത്താൽ ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞു. കർത്താവ് മൈൻഡ് ചെയ്തില്ല. കർത്താവ് പറഞ്ഞു, എന്നെ അയച്ചത് അങ്ങോട്ടല്ല, എന്നെ അയച്ചത് ഇങ്ങോട്ടാ, നിനക്ക് സൗഖ്യം തരാനല്ലെന്നുള്ള രീതിയിൽ കർത്താവ് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അവസാനം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്ത്രീ നിന്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ, നിനക്ക് നിന്റെ മകൾക്ക്. അന്നേരം ആ നിമിഷം മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് പറയുന്നു. അർത്ഥം, നമ്മുടെ അവകാശമാണ് സൗഖ്യം. മക്കളുടെ അപ്പമാണ് സൗഖ്യം. യേശു പറഞ്ഞത് അതേ മീനിങ്ങിൽ തന്നെ. ഞാനപ്പോ എന്നാ ചെയ്തു, ഈ 29-ാമത്തെ വാക്യം വായിച്ചപ്പോൾ ആ മകൾക്ക് 28-ാമത്തെ വാക്യം സൗഖ്യം വന്നു എന്ന് കണ്ടപ്പോൾ അതിന് മുമ്പും പിമ്പും കർത്താവ് പറഞ്ഞതിലെല്ലാം ഒരേ അർത്ഥത്തിലുള്ള മീനിങ് ആണ്, ഒരേ മീനിങ് ആണ്. അതായത് അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലായിടത്തും ഒരേ മീനിങ് ആണ് വന്നിരിക്കുന്നത്. അതായത് കർത്താവ് പക്ഷപാതക്കാരോട് പറഞ്ഞതും കർത്താവ് രക്തസ്രാവക്കാരിയോട് പറഞ്ഞതും, ഈ വാക്യങ്ങൾ വായിക്കാത്ത വേഗത്തിൽ പോകാൻ നമുക്കറിയാവുന്നതുകൊണ്ട് പക്ഷപാതക്കാരോട് പറഞ്ഞ ഭാഗം വായിച്ചു നോക്കി, രക്തസ്രാവക്കാരിയോട് പറഞ്ഞ ഭാഗം വായിച്ചു നോക്കി. കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം. അവിടെയും ഈ ഒറിജിനൽ മീനിങ് തന്നെ വന്നു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോൾ കർത്താവ് സുന്ദരമെന്ന ഗോപുരത്തിൽ കിടക്കുന്ന ഉടന്തനെ എഴുന്നേൽപ്പിക്കുമ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞ ഭാഗത്തും ഇതേ മീനിങ് തന്നെയാണ് ഗ്രീക്കിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഒരു പക്ഷപാതക്കാരനെ പത്രോസ് സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇത് തന്നെ. അർത്ഥം, മക്കളുടെ അപ്പമാണ് സൗഖ്യം. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? മക്കളുടെ അപ്പമാണ് സൗഖ്യം. യേശു ക്രിസ്തു അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് അതിന്റെ ഒരു പശ്ചാത്തലം വേഗത്തിലൊന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് കനാന്യ സ്ത്രീ യേശുവിനെ കാണാൻ വന്നു. കനാന്യ സ്ത്രീ യേശുവിനെ കാണാൻ വന്നു. അവൾ അറിഞ്ഞു കാണും യേശു സൗഖ്യമാക്കുന്നവനാണെന്ന് അറിഞ്ഞപ്പോൾ യേശുവിന്റെ സൗഖ്യം കാണുവാനായിട്ട്, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ, അവിടെ മകളുടെ വിവരം അറിയുവാനായിട്ട് വന്നു. അവിടെ നമ്മൾ പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്ന വിഷയം നമ്മൾ ചിന്തിക്കും, അത് ഭൂതബാധയാണല്ലോ. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭൂതം ബാധിച്ചും രോഗമുണ്ടാകുന്നു, നാച്ചുറലായിട്ടും രോഗമുണ്ടാകുന്നു. രണ്ടു വിധത്തിൽ രോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കാരണം കർത്താവ് യേശു ക്രിസ്തു തന്റെ ഒരു ശുശ്രൂഷയുടെ സമയത്ത് 17 വർഷമായി കൂണിയായിരുന്ന ഒരു സ്ത്രീയോട് പറയുന്നു, നിന്റെ ഇവിടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന രോഗാത്മാവിനെയാണ് കർത്താവ് ശാസിച്ചത്. അതായത് ഭൂതം ബാധിച്ചും, അതായത് പൈശാചിക ബന്ധനത്താൽ രോഗക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലായിട്ടും ഡിസീസസ് വരുവാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും വേദപുസ്തകത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കണ്ടത് ഭൂതബാധയാൽ ഉണ്ടായ ഒരു രോഗമാണ്. ആമേൻ. ഈ സഹോദരി കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കർത്താവ് അവളെ മൈൻഡ് ചെയ്തില്ല. ഇത് കേട്ട് ഇവിടെ ഈ നിർബന്ധം കണ്ടപ്പോൾ ശിഷ്യന്മാർ എന്നാ ചെയ്തു? ശിഷ്യന്മാരും അവനോട് പറഞ്ഞു, കർത്താവേ, നീ ഒരു കാര്യം ചെയ്യും, ഇവള് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കണ്ടില്ലേ? അതിന് ആ ദേശത്ത് നിന്ന് കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാ യേശു പറഞ്ഞത്, ഈ അപ്പം നായ്ക്കുട്ടികൾക്കുള്ളതല്ല, ഇത് എന്റെ മക്കൾക്കുള്ളതാണ് എന്ന് പറയുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ കനാന്യ സ്ത്രീ എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അനുഗ്രഹത്തിന് യോഗ്യത ഇല്ലാത്തവരായിരുന്നു. എന്ന് വെച്ചാൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വന്നതാണ് ഈ സഹോദരി. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സഹോദരി ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ വിട്ടത് ഇസ്രായേൽ മക്കളിൽ കാണാതെ പോയവരുടെ അടുക്കലേക്കാ, നിന്റെ അടുക്കലേക്കല്ല എന്നെ വിട്ടത് എന്ന് കർത്താവ് ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കണം, അടുത്ത ഭാഗം അതിനെ അവൾ, അതേ കർത്താവ്, നായ്ക്കുട്ടികളും ഇടവന്ന മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് അതിന്റെ മുകളിൽ
ഓക്കെ, അതിന് 25-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് അവളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ചുരുക്കം പറഞ്ഞാൽ കർത്താവ് അവളെ ശരിക്കും ഒന്ന് വേദനിപ്പിച്ചില്ലേ? നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ല എന്റെ കയ്യിലിരിക്കുന്നത് അവളോട് പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേ? കർത്താവ് അവളോട് പറഞ്ഞു, നിനക്കുള്ളതല്ലിത്, നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാനുള്ളതല്ല, എന്റെ മക്കൾക്ക് കൊടുക്കുവാനുള്ളതാണെന്ന് പറഞ്ഞു. എന്റെ വിഷയം അതല്ല. ഇത് വായിച്ചപ്പോൾ ദൈവം തന്നൊരു ദൂത് പറഞ്ഞിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. അത് കഴിഞ്ഞപ്പോൾ 25 ഇത് കേട്ടിട്ടും അവൾ എന്ത് ചെയ്തു? 25-ാം വാക്യം, എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഒരു ദൂത് പറഞ്ഞിട്ട് മുന്നോട്ട് പോട്ടെ ബ്രദറെ. നിനക്ക് ഒരു യോഗ്യതയുമില്ലെന്ന് പറഞ്ഞാലും, നിനക്ക് ഒന്നിനും പ്രാപ്തിയില്ലെന്ന് പറഞ്ഞാലും, നിന്നെ എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞാലും, ആർക്കും നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, ഇന്ന് പ്രഭാതി ദൈവത്തിന്റെ ആത്മാവിൽ, ഇന്ന് പ്രഭാതി ദൈവസഭയുടെ ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ അവന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തയ്യാറായാൽ, ഇതാണ് വേദപുസ്തകം പറയുന്നത്, ഇതാണ് വേദപുസ്തകം പറയുന്നത്. ശ്രദ്ധിക്കുക. ഈ സ്ത്രീയോട് പറഞ്ഞു, ഇത് നായ്ക്കുട്ടികൾക്കുള്ള അപ്പമല്ല. ഇത് പറഞ്ഞപ്പോൾ അവൾ വന്ന് ചെയ്തത്, ഇതിന്റെ ഒറിജിനൽ മീനിങ്ങിൽ പോയാൽ അവൾ വന്ന് മുട്ടുമടക്കി അവന്റെ പാദത്തിൽ ഒരു ഉമ്മ കൊടുക്കുക ചെയ്തത്. അത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, യെസ് ഐ വിൽ ഡു ഫോർ യു. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് സാഹചര്യം മാറ്റുവാൻ കഴിയും. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് സർക്കംസ്റ്റാൻസസിനെ മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇറക്കുവാൻ കഴിയും. ഒരു പക്ഷേ നിനക്ക് യോഗ്യതയില്ലായിരിക്കാം, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല, ആർക്കും നിന്നെ വേണ്ടാന്ന് പറയും, ലോകം പറയും, നിന്നെ ഒന്നും കൊള്ളത്തില്ല, നിനക്ക് പ്രാപിപ്പാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ ഇന്ന് പോൽക്കാലം വിളിച്ചു പറയട്ടെ, നീ അവന്റെ പാദപീഠത്തേക്ക് നിന്നെ വിട്ടുവിളക്കുവാൻ തയ്യാറായാൽ, അവനെ ആരാധിക്കുവാൻ നീ തയ്യാറായാൽ, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധ്യത. ഇന്ന് പോൽക്കാലം എന്തവർ പറയും, യെസ് ഞാൻ അവന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ തയ്യാറാണ്. ആ സ്ത്രീ വന്നു അവന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി, എന്നിട്ട് അവന്റെ പാദം ചുംബിച്ചു, അവനെ നമസ്കരിച്ചു, അവനെ ആരാധിച്ചു. നമസ്കരിച്ചെന്ന് പറയുമ്പോൾ അന്ന് വിദ്വാൻമാർ പറയുന്നത്, യേശു കുഞ്ഞിന്റെ മുന്നിൽ നമസ്കരിച്ചതുപോലെ ഇവളും കർത്താവിന്റെ കാലിന്റെ പാദത്തിൽ അവൾ ചുംബനം കൊടുത്തു. എന്ന് വെച്ചാൽ അവൾ ആരാധിക്കുന്നവരെ ആരാധിക്കുന്ന രീതിയിൽ ആരാധിച്ചപ്പോൾ സാഹചര്യം ഇല്ലാത്തത്, യോഗ്യത ഇല്ലാത്തത്, നമ്മളെ ഏറ്റെടുക്കണം, സുഖിക്കേണ്ടവർ സുഖിക്കാൻ, ആത്മവിളിക്കേണ്ടവർ ആത്മവിളിക്കാൻ, ആത്മവിളിക്കാൻ, ആരാധിക്കുന്നവരെ ആരാധിക്കുന്ന രീതിയിൽ ആരാധിച്ചപ്പോൾ, സുഖിക്കേണ്ടവരെ സുഖിക്കേണ്ട രീതിയിൽ ആരും സുഖിച്ചപ്പോൾ, വേദപുസ്തകം പറയുന്നു, യോഗ്യത ഇല്ലാത്തവർക്ക് വേണ്ടി, സാഹചര്യങ്ങളില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുത ചെയ്തത്. ഇന്ന് രാത്രി ദൈവസഭയെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പോ എന്റെ ദൈവം ശക്തന. നീ ഒന്ന് സൂചിച്ചാൽ മതി, നീ ഒന്ന് സ്വപ്നം ചെയ്താൽ മതി, നീയുടെ പാദപീഠത്തിൽ വീഴാൽ മതി, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഈ ദൈവം ശക്തന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ, ഉറങ്ങിയല്ല ആരാധിക്കേണ്ടത്, ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ, സ്തുതിക്കേണ്ടവനെ സ്തുതിക്കേണ്ട പോലെ ആരാധിച്ചാൽ, വചനം കേൾക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ, അവിടെ നമ്മൾ ഉറങ്ങുകയല്ല വേണ്ടത്, കേൾക്കുന്ന വചനം പിടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പിടിച്ചെടുക്കാൻ തുടങ്ങിയാൽ ബ്രദറെ നിനക്ക് യോഗ്യത കാണത്തില്ല, സഹോദരി നിനക്ക് ഒരു ശ്രേഷ്ഠതയും കാണത്തില്ല. കനാന്യ സ്ത്രീയോട് പറഞ്ഞു, ഈ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാനുള്ളതല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അവന്റെ കാൽപാദത്തിലോട്ടൊന്ന് വീണു, ഒന്ന് മുട്ട് മടക്കി, എന്നിട്ട് അവന്റെ പാദത്തിൽ ഒരു ഉമ്മ കൊടുത്തപ്പോ അവന്റെ സാഹചര്യം മാറി, അവരുടെ സാഹചര്യം മാറി, അവരുടെ സാഹചര്യം മാറി, അവരുടെ ചുറ്റുപാട് മാറി, അവരുടെ അവസ്ഥ മാറി. ഇന്ന് രാത്രി ഈ പകൽക്കാലം എത്ര പേര് ഹോളിൽ കൊണ്ട് എന്റെ സാഹചര്യം ഒന്ന് മാറണം, എന്റെ അവസ്ഥയൊന്ന് മാറണം, എന്റെ ചുറ്റുപാടൊന്ന് മാറണം. ആരാധിക്കുന്നവനെ ആരാധിച്ചു, അവൻ മാറ്റുവാൻ വിശ്വസ്തര. അക്കരകളെ തട്ടിയൊന്നുള്ള സ്വന്തം ആരാധിക്കുന്നവരെ ആരാധിച്ചു. സുഖിക്കുന്നവരെ സുഖിക്കോ, വായിക്കുന്നവരെ വായിപ്പിക്കോ, പുകഴ്ത്തുന്നവരെ പുകഴ്ത്തിക്കോ. നിന്റെ സാഹചര്യം മാറ്റുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. സൗഖ്യം ആരുടെ അപ്പമാണെന്നാ പറഞ്ഞു? മക്കളുടെ അപ്പമാ. ഇനി ഞാൻ ആ ഭാഗത്തേക്ക് വരിക, വേഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് വേഗത്തിലൊക്കെ പോകട്ടെ. സൗഖ്യം കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചത് ഇന്നലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷകന്റെ കാലത്തല്ല. ഇത് കർത്താവിന്റെ നിത്യമായ പദ്ധതിയായിരുന്നു, സൗഖ്യം കൊടുക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സൗഖ്യമാക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവിന്റെ അജണ്ടയിൽ ഉള്ളതായിരുന്നു. ഓ സ്വത്രം പറയാൻ
കർത്താവിന്റെ അജണ്ടയിലുള്ള ഒരു കാര്യമായിരുന്നു സൗഖ്യം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ അവൻ വിവിധ പേരുകളിൽ പരിചയപ്പെടുത്തി, വ്യത്യസ്ത നാമത്തിൽ അവനെ പരിചയപ്പെടുത്തി. ഞാൻ സർവശക്തനായ ദൈവമാകുന്നു എൽ ശദ്ദായി, ഞാൻ കരുതുന്ന ദൈവമാകുന്നു യഹോവ ഈരേ, ഞാൻ ജയം തരുന്ന ദൈവമാകുന്നു നിസി യഹോവ. ആമേൻ. അങ്ങനെ വ്യത്യസ്ത പേരുകളിൽ കർത്താവ് പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അവൻ മറന്നുപോയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു റാഫ, യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നും കർത്താവ് പറയാൻ മറന്നുപോയില്ല. അവൻ നമ്മുടെ കർത്താവിന് മറവി പറ്റിയില്ല. കാരണം അവന്റെ നിത്യമായ പദ്ധതിയിലുള്ളതായിരുന്നു തന്റെ മക്കളുടെ സ്വസ്ഥത എന്നുള്ളത്. തന്റെ മക്കളുടെ സ്വസ്ഥത എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ, മൈഗ്രെയിൻ ഇങ്ങനെ പിടിച്ചിരുന്ന എന്നാ സ്വസ്ഥത, ആസ്മ പിടിച്ചിരുന്നാൽ എന്നാ സ്വസ്ഥത. തന്റെ ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയിലുള്ള ഒരു വ്യവസ്ഥയായിരുന്നു തന്റെ മക്കളെ സൗഖ്യമാക്കുക എന്നുള്ളത്. വിശ്വസിക്കുന്നവരും ഭാവിക്കാൻ താല്പര്യമുള്ളവർക്കും കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്യാം, കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്യാം, കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ എന്റെ കർത്താവിനെ തൊടാൻ പോവാ, ഇന്ന് പകൽ എന്റെ കർത്താവിനെ തലോടാൻ പോവാ, ഇന്ന് പകൽ എന്റെ ദൈവത്തിനെ ആശ്വസിപ്പിക്കാൻ പോവാ. ഏറ്റെടുക്കണം, ഏറ്റെടുത്തോ. നമുക്കവിടെ മനസ്സിലാക്കുന്നത്, നമ്മൾ കർത്താവായ യേശുക്രിസ്തു രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ അവളോട് പറഞ്ഞു, നമുക്ക് ഈ രക്തസ്രാവം കൊണ്ട് സ്വസ്ഥതയില്ല. അവളോട് പറഞ്ഞത്, നീ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. പ്ലാൻ, ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയാണ് നമ്മളെ സൗഖ്യമാക്കാൻ. ആമേൻ. റാഫ, കർത്താവായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ റാഫ എന്ന പേരിലാണ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചത്. ആമേൻ. വിവിധ പേരുകളിൽ വിവിധ തലങ്ങളിൽ അവൻ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അവൻ പറഞ്ഞു, റാഫ. ഞാൻ പറയുന്ന ഈ മെസ്സേജ് ഇന്റർവ്യൂവിൽ ഇനിയും കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പൊ കേൾക്കുന്നത് വ്യക്തമായിട്ട് കേട്ടോ. റാഫ എന്ന വാക്ക് അവിടെ പറയുന്നത് അവൻ സൗഖ്യമാക്കുന്ന യഹോവ, അല്ലെങ്കിൽ നിന്റെ ഇല്ലാത്ത അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നവരെ ഉപയോഗപ്രദമാക്കുവാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. കഴിവളിക്കുന്നവർ അടിച്ചോ, ശ്രമിക്കുന്നവർ ശ്രമിച്ചോ, ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോ. അതാണ് റാഫ. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ആരെങ്കിലും വേഗത്തിൽ വായിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് കൂടുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കർത്താവ് തന്റെ പേര് വെളിപ്പെടുത്തുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. പറഞ്ഞാട്ടെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അതിന്റെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളതിന്റെ ഗ്രീക്ക് പദമാണ് റാഫ യഹോവ. റാഫ യഹോവ. നമ്മൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏകദേശം 60 or 66 പ്രാവശ്യമെങ്കിലും ഈ റാഫ എന്ന വാക്കിനോട് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പ്രവർത്തിച്ചതായിട്ടും സംസാരിച്ചതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒന്നാമതായി ഈ ഭാഗം പറയുന്നത്, ഞാൻ ആദ്യം സ്ലോ ആയിട്ട് പോകും, നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം ഒന്നാമതായി പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമ്മുടെ അബ്രഹാം പിതാവ് തന്റെ ദാസനായ അബീമലേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അബീമലേക്കിനും അബീമലേക്കിന്റെ ഭാര്യയ്ക്കും ഒരു കുഞ്ഞുണ്ടായി. അവിടെ പറയുന്നത് റാഫ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മനസ്സിലായില്ല. കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുവാനായി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനായി അവിടെ ഉപയോഗിച്ച പദപ്രയോഗവും ഈ പദപ്രയോഗം തന്നെ, എന്ന് വെച്ചാൽ റാഫ. അത് കഴിഞ്ഞിട്ട് റാഫ രണ്ടാമത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ ജോസഫ് തന്റെ പിതാവിന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ഇടുവാൻ വൈദ്യന്മാരെ വിളിക്കുവാൻ പറയുന്നു. അവിടെ വൈദ്യൻ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നതും റാഫ. മനസ്സിലാകുന്നുണ്ടോ? ഇനി അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു തീർക്കട്ടെ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ തന്റെ ഏലിയാവ് ആ യാഗപീഠം പണിയുമ്പോൾ അവിടെ പറയുന്നത് എലൈജ റീബിൽഡ് ദ ഓൾട്ടർ എന്ന് വെച്ചാൽ വീണ്ടും പണിയുന്നവൻ. ഒറിജിനൽ ട്രാൻസ്ലേഷൻ റാഫ.
ആമേൻ. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അടുത്തത് എലീശയുടെ കാര്യം പറയുമ്പോൾ, എലീശ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ ആ യോഗ്യതയില്ലാത്ത വെള്ളത്തെ, ഒരു ഗുണവുമില്ലാത്ത വെള്ളത്തെ, ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്ന വെള്ളത്തെ എലീശ പ്രാർത്ഥിച്ചുപ്പെട്ടപ്പോൾ അത് പത്യമായി തീർന്നു. അവിടെയും ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ശൂന്യമായി കിടക്കുന്നത് ഉണ്ടാക്കുവാൻ കഴിവുള്ളവൻ. ആമേൻ. ഹല്ലേലൂയ. The great physician. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്നതിനെ പണിയുന്നവൻ. അതാണ് ഓൾട്ടർ പണിഞ്ഞത്. ഉപയോഗശൂന്യമായി കിടക്കുന്ന വെള്ളത്തെ അവൻ തന്നെ ഉൾപ്പെട്ടപ്പോൾ അത് ഉപയോഗപ്രദമായി മാറിയെങ്കിൽ അതിന് പറയും എന്ന് വെച്ചാൽ സൗഖ്യമാക്കുന്ന ദൈവം. വിശ്വസിക്കുന്നത് ആ തുറച്ച് ദൈവത്തിന് സ്വന്തം ചോദാൻ കഴിയും. എന്നാൽ ഈ പദപ്രയോഗങ്ങളെല്ലാം റാഫ യഹോവയെ കുറിച്ച് വേദപുസ്തകത്തിൽ 62 പ്രാവശ്യം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവിടെ ഒരു വ്യവസ്ഥയിലൂടെ മാത്രമാണ് സൗഖ്യം നടന്നിരുന്നത്. 2 ദിനവൃത്താന്തം വായിച്ചാട്ട് പറയുന്നത്. 2 ദിനവൃത്താന്തം അതിന്റെ 7-ാം അധ്യായം 14-ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. അത് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനൽ മെസ്സേജിലേക്ക് വരും. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് മതി. ഞാൻ നിന്നെ സൗഖ്യമാക്കണമെങ്കിൽ നീ വ്യവസ്ഥ പ്രകാരം ജീവിക്കണം. പഴയ നിയമം സ്തോത്രം. പഴയ നിയമത്തിൽ അവിടെ വ്യക്തമായി പറയുന്നു, ഇന്ന വ്യവസ്ഥ പ്രകാരം നീ പോയാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കും. പ്രിയപ്പെട്ടവരെ, ഈ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച് സൗഖ്യം പ്രാപിക്കാൻ പ്രയാസമാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ പഴയ നിയമത്തിൽ പറഞ്ഞ ന്യായപ്രമാണങ്ങളെ പൂർണ്ണമായി ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അനുസരിക്കുമ്പോഴാണ് അവിടെ അനുഗ്രഹം വരുന്നത്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, ഇത് മക്കളുടെ അപ്പമത്രേ. മക്കൾക്ക് അപ്പം ഉണ്ടാകണമെങ്കിൽ, ഇന്ന് പാലപ്പവും മുട്ടക്കറിയും രാവിലെ വീട്ടിലുണ്ടാക്കണമെങ്കിൽ അതിന് അപ്പനും അമ്മയും വില കൊടുക്കണം. അതുപോലെ തന്നെ ഈ സൗഖ്യം മക്കളുടെ അപ്പമായി മാറുവാൻ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഒരു വില കൊടുക്കുന്നവരെ, ഒരു വില കൊടുക്കുന്നു. നിന്റെ പ്രവൃത്തിയല്ല നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. നിന്റെ പ്രവൃത്തിയല്ല നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. നിന്റെ പ്രവൃത്തിയല്ല നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. നിന്റെ വിശ്വാസമത്രേ ഇന്ന് ഫലം നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നത്. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവാ. വേഗത്തിൽ പോകട്ടെ. ഞാൻ ആദ്യം ഒന്നുകൂടെ പറഞ്ഞത് ഓർപ്പിക്കട്ടെ. മക്കളുടെ അപ്പം ഉണ്ടാകണമെങ്കിൽ അപ്പനും അമ്മയും കഷ്ടപ്പെടണം. നിങ്ങളെന്തിനായി കഷ്ടപ്പെടുന്നത്? മക്കൾക്ക് വല്ലതും കൊടുക്കാനല്ലേ? അതുപോലെ തന്നെ ഈ സൗഖ്യം നമ്മുടെ അപ്പമായി മാറുവാൻ നമ്മുടെ അപ്പനൊന്ന് കഷ്ടപ്പെട്ടു. എന്റെ വിഷയം അതാണെന്ന് ഗലാത്യർ 3:13 പറയുന്നു. വായിച്ചാട്ടെ. ഗലാത്യർ 3:13. വേഗത്തിൽ മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ശബ്ദം സിറ്റി സെന്റർ കേൾക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ പറഞ്ഞിട്ട് ഈ കർത്താവ് ചിലർക്കൊക്കെ മനസ്സിലായി ഞാൻ എന്തിനാ പറഞ്ഞു. നമ്മള് കർത്താവ് ആ മരത്തിന്മേൽ തൂക്കപ്പെട്ട് കിടക്കുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, കർത്താവ് നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ശാപം കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ മരത്തിന്മേൽ തൂക്കപ്പെട്ടത്. അവൻ അത് എന്തിനു വേണ്ടിയായിരുന്നു? നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു. പറയാതെ സമൃദ്ധി. പറഞ്ഞോ ധൈര്യമായിട്ട്. സമൃദ്ധി. ഞാൻ പറയുന്ന പ്രോസ്പെരിറ്റി മറ്റേ പ്രോസ്പെരിറ്റി അല്ല. ഞാൻ പറയുന്നത് വേദപുസ്തകത്തിലുള്ള പ്രോസ്പെരിറ്റി. ഇതിനൊക്കെ ഒന്നിനും മുട്ടുവരിക. അവൻ സമൃദ്ധി ഒന്നുകൂടെ പറഞ്ഞാട്ടെ. അവൻ അതുകൊണ്ട് ദൈവം നമ്മളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ സമൃദ്ധി മാത്രം പോരല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, കർത്താവ് ശാപമായി തീർന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ശാപത്തെ തീർക്കുവാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദാരിദ്ര്യത്തിന്റെ ശാപം എന്ന് പറയുന്നത് അവൻ പട്ടിണി, ദാഹം, നേക്കഡ്നെസ്, ആവശ്യം, എന്തും നമുക്ക് ആവശ്യം ഒന്നും തികയാത്ത അവസ്ഥയ്ക്ക് ദാരിദ്ര്യത്തിന്റെ ശാപം എന്ന് പറയുന്നെങ്കിൽ, സൗഖ്യം
ഉള്ള അവസ്ഥയ്ക്ക് അനുഗ്രഹമെന്നും സൗഖ്യമില്ലാത്ത അവസ്ഥയ്ക്ക് ശാപമെന്നും നമുക്ക് വേറെ വിളിക്കാൻ കഴിയും. ഇത് വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചില്ല, ഞാനങ്ങ് വെളിപ്പാടിൽ പറയുക. ഞാൻ ചോദിക്കട്ടെ ബ്രദറെ, നമ്മൾ ഈ മൈഗ്രെയിൻ ചുമന്നുകൊണ്ട് നടന്നാൽ അതൊരു സുഖമാണോ അല്ലയോ? എന്ന് ചിലർക്ക് സുഖമാണേ പിടിച്ചു, സുഖമാണോ അല്ലയോ? ചിലർക്ക് പറയാൻ പേടിയായി, അതിന്റെ പേര് മൈഗ്രെയിൻ പേര് വരികയല്ല ബ്രദറെ, ധൈര്യമായിട്ട് പറ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നും മാറാത്ത ഒരു രോഗമാണ് രക്തസ്രാവക്കാരി, 12 വർഷമായ രക്തസ്രാവമാണ്. ഞാൻ ചോദിക്കുന്നത്, അത് അവർക്ക് സുഖത്തിന്റെ അവസ്ഥയാണോ അസുഖത്തിന്റെ അവസ്ഥയാണോ? അതൊരു ശാപമല്ലേ? ആണോ അല്ലയോ? നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ ജലദോഷം ശാപമല്ല, നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, ഇതൊരു ശാപത്തിന്റെ ലക്ഷണം തന്നെയാണ്. കാരണം ഇത് നിനക്ക് ബുദ്ധിമുട്ടല്ലേ, നിന്റെ ജീവിതത്തെ ഇത് ബാധിക്കുകയല്ലേ, ഇത് നമുക്കൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഇതൊരു ശാപത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം സുവാർത്ത ചർച്ചിൽ ഒരു സുവാർത്ത ദൂത് വിളിച്ച് പറയട്ടെ, ഈ ശാപം കൂടെ എന്റെ കർത്താവ് ഏറ്റെടുക്കാറുണ്ട്, ഈ ശാപം കൂടെ എന്റെ കർത്താവ് ഏറ്റെടുക്കാറുണ്ട്, ഈ ശാപം കൂടെ എന്റെ കർത്താവ് ഏറ്റെടുക്കാറുണ്ട്. കരങ്ങൾ അടിക്കുന്നവർ അടിച്ച്, എഴുന്നേറ്റിരിക്കുന്നവർ എഴുന്നേറ്റുണ്ട്, ഈ ശാപത്തിന്റെ കെട്ട് പൊട്ടാമോ? ഈ ശാപത്തിന്റെ കെട്ട് പൊട്ടാമോ? ശാപത്തിന്റെ കെട്ട് പൊട്ടാമോ? നമ്മൾ ഈ ബൈബിൾ കോളേജിൽ പോകാത്തതുകൊണ്ട് നമുക്ക് പരിശുദ്ധമോ പറയുന്നത് മാത്രമേ പറയാൻ പറ്റൂ. ഈ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ 15 മണിക്കൂർ ചില പറയത്തുള്ളൂ ക്യാപ്സൂളാ, പക്ഷെ 15 മണിക്കൂർ ഇരിക്കേണ്ടി വന്ന് ഇത്രയൊന്നും കേട്ടെ. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ശാപത്തിന്റെ കെട്ടുപൊട്ടുവാനായി കർത്താവ് ചെയ്തത് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ പല കർത്തൃമേശയിൽ നമ്മൾ പങ്കാളികളായപ്പോൾ പറഞ്ഞു, ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ക്രൂശിൽ നടന്നത് എക്സ്ചേഞ്ച് മേളയാ. ഒന്നുകൂടെ പറഞ്ഞ എക്സ്ചേഞ്ച് മേള, എക്സ്ചേഞ്ച് മേള. അത് പറയുമ്പോൾ ഒരു കുളി വേണം. എന്താണെന്ന് വെച്ചാൽ, നിനക്ക് വേണ്ടാത്തത് കർത്താവിനെ മേടിച്ചു, നിനക്ക് വേണ്ടത് കർത്താവിന് തന്നു. നിനക്ക് വേണ്ടാത്തത് കർത്താവിനെ മേടിച്ചിട്ട് അവന് നിനക്ക് വേണ്ടത് കർത്താവ് തന്നു. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി സ്വതന്ത്രത്തെ. ആമേൻ, 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 ആമേൻ. അപ്പൊ മക്കൾക്ക് അപ്പം സൗഖ്യമായി കിട്ടണമെങ്കിൽ അപ്പൻ അതിനോട് അധ്വാനം ചെയ്തു. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 2 മുതലുള്ള വാക്യം. ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. എന്തിനാ അവന്റെ സൗന്ദര്യം പോയെന്നറിയാമോ? നിന്നെ ഈ രൂപത്തിലാക്കാൻ വേണ്ടി. സ്വതന്ത്രം പറഞ്ഞു. അവൻ 3-ാം വാക്യം വായിച്ചു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും എന്നെ ദൈവം അവിടെ പിടിച്ചു നിർത്തി. വേദപുസ്തകം പറഞ്ഞു, അവൻ രോഗം ശീലിച്ചവനായും തീർന്നു. എന്തോ അതിനർത്ഥം? എന്തോ പറയുന്ന അർത്ഥം? നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, യേശു ക്രിസ്തു താൻ സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്നു. തന്റെ ശുശ്രൂഷയുടെ ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ പലരും പറയുന്നത് പോലെ, ഇന്നലെ ചുമയായിരുന്നതുകൊണ്ട് പ്രേയറിന് വരാൻ പറ്റിയില്ലെന്ന് പറയുന്നത് പോലെ, എവിടെങ്കിലും യേശു ക്രിസ്തു ശുശ്രൂഷ മുടക്കിയതായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. അവന്റെ 33 വർഷക്കാലത്തെ ശുശ്രൂഷയിലും എന്നും ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല അവൻ രോഗിയായിരുന്നതായിട്ട്. എന്നാൽ വേദപുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതുമ്പോൾ അവിടെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഇവൻ രോഗം ശീലിച്ചവനായി തീർന്നു. എന്താണ് അർത്ഥം? രോഗം ശീലിച്ചവനായി തീർന്നു. വീണ്ടും ഞാൻ പറയുന്നു, രോഗം ശീലിച്ചവനായി. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ഒരു രോഗവുമില്ലാത്ത എന്റെ യേശു, ഞാൻ വെളിപ്പാടാ പ്രസംഗിക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വിളിച്ചു പറഞ്ഞാൽ, ഒരു രോഗവുമില്ലാത്ത യേശു അവൻ രോഗമങ്ങ് ധരിച്ചു. രോഗമങ്ങ് ധരിച്ചു. ശീലിച്ചു എന്ന വാക്കിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ അവൻ രോഗം ധരിച്ചു, അല്ലെങ്കിൽ അവൻ രോഗം അറിവുള്ളവനായി മാറി എന്ന് വെച്ചാൽ തന്റെ ശരീരത്തിൽ അവൻ ആ രോഗത്തിന്റെ അനുഭവങ്ങൾ അവൻ അനുഭവിച്ചു തുടങ്ങി. മനസ്സിലാകുന്നില്ലല്ലേ? വീണ്ടും പറയട്ടെ, രോഗം ശീലിച്ചവൻ, രോഗം ശീലിച്ചവൻ. അർത്ഥം അവൻ രോഗം ധരിച്ചു, അവൻ രോഗം അനുഭവിച്ചു, രോഗം ധരിച്ചു, അവൻ രോഗം അനുഭവിച്ചു. ഇപ്പൊ ഈ ചുരിദാറിട്ടിരിക്കുന്ന ആന്റിമാരോട് ചോദിച്ചാൽ അവർ പറയും ഈ ചുരിദാറിട്ടേക്കുന്ന അവർക്കറിയാം. ഷർട്ടിട്ടിരിക്കുന്ന അച്ചാച്ചന്മാരോട് ചോദിച്ചാൽ അവർ പറയും ഈ ഷർട്ടിട്ടിരിക്കുന്ന അവർക്കറിയാം. അതുപോലെ എന്റെ യേശു രോഗമങ്ങ് ധരിച്ചു. അതായത് ഈ കാലഘട്ടത്തിൽ വരാനുള്ള സകല രോഗങ്ങളും യേശു അങ്ങ് ധരിച്ചു, യേശു അങ്ങ് ധരിച്ചു, യേശു അങ്ങ് ധരിച്ചു.
അവൻ രോഗം ധരിച്ച് അല്ലെങ്കിൽ രോഗം അറിവുള്ളവനായി അക്വൈന്റഡ് എന്ന് വെച്ചാൽ അവന് രോഗത്തെ കുറിച്ച് അറിവ് കിട്ടി. അവിടെ പൊള്ളിയാലല്ല പൊള്ളുന്നവൻ അറിയാൻ പറ്റുള്ളൂ. ഞൊടല് വന്നാലല്ല ഞൊടലിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ. പല്ലുവേദന വന്നവനോട് പല്ലിന്റെ വേദന കുറിച്ച് അറിയാൻ പറ്റും. അവൻ ഇതങ്ങ് മനസ്സിലാക്കി നിന്റെ ശരീരത്തിൽ വരാമെന്ന എല്ലാ രോഗങ്ങളും എന്റെ യേശു അവൻ സ്വീകരിച്ചു, അവൻ സ്വീകരിച്ചു, അവൻ ധരിച്ചു. വിശ്വസിക്കുന്നവർ വിശ്വസിക്കാൻ, കൈയടിക്കണോ കൈയടിക്ക്. രോഗം സ്വീകരിച്ചു, രോഗം സ്വീകരിച്ചു. സ്വന്തം 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 സ്വന്തം. അപ്പൊ കർത്താവ് ആദ്യം ചെയ്തത്, കർത്താവ് ആദ്യം പുതിയ വെളിപ്പാട് ഇവിടെ വെച്ച് കിട്ടുക. കർത്താവ് ആദ്യം ചെയ്തത് അവൻ രോഗമെന്ന് ശീലിച്ചു എന്ന് വെച്ചാൽ ധരിച്ചു. അല്ലെങ്കിൽ അവൻ ആ രോഗം, ഞാൻ ചോദിക്കട്ടെ, മുഖത്തിന് കുരുവുള്ളവനെ മുഖത്തിന്റെ കുരുവിന്റെ വേദന അറിയൂ. അതുപോലെ തന്നെ കർത്താവ് ഈ രോഗമെങ്കിൽ ഏറ്റെടുത്തു എന്ന് വെച്ചാൽ രോഗിയായി തീർന്നു. അടുത്തത് വായിച്ചോട്ടെ ബ്രദറെ. അവനെ കാണുന്നവർ, അത് വിട്ടില്ലേ, അടുത്ത വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അടുത്തത് നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. കേൾക്കേണ്ടവർ കേട്ടോ, പ്രാപിക്കേണ്ടവർ പ്രാപിച്ചോ, സൗഖ്യമാകേണ്ടവർ സൗഖ്യമാകിച്ചു. ഞാൻ കൈയൊന്നും വെക്കണ്ട. വീടകത്ത് കയറിയാൽ നീ വിടുതല, വീടകത്ത് കയറിയാൽ വിടുതല. നിന്റെ രോഗക്കെട്ടിലെ കർത്താവ് പൊട്ടിക്കാൻ പോവാ, നിന്റെ രോഗക്കെട്ടിലെ കർത്താവ് പൊട്ടിക്കാൻ പോവാ. രോഗക്കെട്ടിലെ കർത്താവ് പൊട്ടിക്കാൻ പോവാ. ഇവിടെ പറയുന്നു അവൻ രോഗത്തെ വഹിച്ചു. ആദ്യം എന്ത് പറഞ്ഞു? അവൻ ധരിച്ചു. അടുത്തത് വഹിക്കുക എന്ന് പറഞ്ഞു. കണ്ടോ കൊച്ചിനെ എടുത്തോണ്ട് പോകുന്ന പോലെ നിന്റെ രോഗം അവന്റെ തുമ്മലിൽ എടുത്തുകൊണ്ട് അവൻ പോയി. അവൻ അവൻ ആ രോഗം അവന്റെ പുറത്തോട്ട് ഏറ്റെടുത്തത് അവനങ്ങ് പോയി. പറഞ്ഞേ ആദ്യം അവൻ രോഗം ശീലിച്ചു, 2 അവൻ രോഗം വഹിച്ചു, 3 പറഞ്ഞു ചുമന്നുകൊണ്ടുപോയി. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അവൻ ദൈവം നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലേക്ക് ഞാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രോഗം ഇപ്പോഴല്ല വ്യവസ്ഥമാക്കിയത്. പിന്നെ വായിച്ച ഭാരതത്തെ ശ്രദ്ധിച്ചിട്ട് രോഗം ശീലിച്ചു, രോഗം അവൻ ശീലിച്ചു, അവനത് ചുമന്നു, അവനത് വഹിച്ചു കൊണ്ടുപോയി. എവിടോട്ട് പോയി? അവൻ കാൽവറി മലമുകളിലേക്ക് കയറി. ഇന്ന് പകൽക്കാലം സഹോദരി, നീ രോഗത്തിൽ ഭാരപ്പെടുന്നത് നിന്റെ അറിവിന്റെ കുറവുകൊണ്ട്. സഹോദര, റാഫ എന്ന് പറയുന്നത് അവൻ സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ. പ്രയോജനമില്ലാത്ത അവയവത്തെ അവൻ പ്രയോജനമുള്ളതാക്കി തീർക്കും. ഒരു ശൂന്യമായി കിടക്കുന്നെങ്കിൽ അവൻ കൊണ്ടുവരാൻ പോകാം. ഇതിലെല്ലാത്തിനും വേണ്ടി അവനിതങ്ങ് ഏറ്റെടുത്തു. എന്ത് ചെയ്തു? അവൻ രോഗം, ഇങ്ങനെ പറയുന്നത് ഹല്ലേലൂയ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇനി പോകട്ടെ, അതിന്റെ 5ാമത്തെ വാക്യം വായിച്ചാട്ട് പറഞ്ഞേ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ. എന്തോട്ട് നോക്കിയേ, എന്തിനു വേണ്ടിയുള്ള ശിക്ഷ ഉണ്ടായത്? എന്റെ കുഞ്ഞെ രോഗമായിട്ട് എന്നാ സമാധാനം. ഈ സമാധാനം കിട്ടാൻ ശാലോം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ച്. സമാധാനം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ പറയുന്ന ശാലോം അല്ല. ഈ ശാലോം എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ സ്ഥിതിയിലും നീ സമാധാനമായിട്ടിരിക്കുവാൻ ആ ശിക്ഷയുടെ എന്റെ കർത്താവ് ഏറ്റെടുത്തു. നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ എന്റെ കർത്താവ് ഏറ്റെടുത്തു. മനസ്സിലായില്ലേ? നിനക്ക് രോഗമില്ലാതെ സമാധാനമായിട്ട് കഴിയുവാൻ നിനക്ക് ഉണ്ടായിരുന്ന കുറവുകളോട് എന്റെ കർത്താവ് അങ്ങേറ്റെടുത്തു. എന്റെ കർത്താവ് അങ്ങേറ്റു. സമയം പോയതുകൊണ്ട് ഞാൻ നിർത്തുക. അവൻ ഏറ്റെടുത്തു. അടുത്ത വാക്ക് അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണറുകളാൽ അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
ഇനി ഞാനിത് രത്ന ചുരുക്കമായിട്ടൊന്ന് പറയട്ടെ. ദൈവത്തിന്റെ നിത്യമായ പദ്ധതിയായിരുന്നു ഞാനും നിങ്ങളും സൗഖ്യത്തിലിരിക്കാതെ. നമ്മൾ നിത്യമായ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, ബ്രദറെ ശ്രദ്ധിച്ചു കേട്ടോ, നിന്നെ കുറിച്ചുള്ളതാ. നീ നിത്യമായ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, ഒരു പാരമ്പര്യ രോഗത്താൽ നീ ഭാരപ്പെടുന്നെങ്കിൽ ശാപത്തിന്റെ ലക്ഷണമാണ്. ഇത് ഓൾറെഡി കർത്താവ് പേ ചെയ്തു. ജലദോഷം വന്ന സിട്രസും കാര്യങ്ങളൊക്കെ അയച്ചു, നോ പ്രോബ്ലം. പക്ഷേ നീ നിത്യമായി ആസ്മയാൽ ഭാരപ്പെടുക, നീ നിത്യമായി അലർജിയാൽ ഭാരപ്പെടുക, നീ നിത്യമായി ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുക, നിത്യമായി നട്ടല് പ്രോബ്ലമായി ഭാരപ്പെടുക, ഏത് രോഗമായിക്കോട്ടെ, നിനക്ക് അവയവത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ, ഇന്ന് തൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നത് ദൂരെ ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഈ രോഗങ്ങളെല്ലാം ആദ്യം യേശു ശീലിച്ചു, അവൻ ധരിച്ചു, അത് കഴിഞ്ഞ് അവൻ വഹിച്ചു ചുമന്നുകൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുകൊണ്ടിരിക്കുന്നു, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുകൊണ്ടിരിക്കുന്നു. തലമടിക്കുന്നവർ ആഞ്ഞടിക്കോ, ഇന്ന് വിടുതല, ഇന്ന് വിടുതല, ഇന്ന് വിടുതല, ഇന്ന് വിടുതല, ഇന്ന് വിടുതല. ശ്രദ്ധിച്ചു കേട്ടോ. ഞാനൊരു കാര്യം ഇവിടെ പറയട്ടെ. റാഫ എന്ന വാക്ക് ഉപയോഗിച്ചത് ഇവിടെയൊക്കെയായിരുന്നു, 62 സ്ഥലത്ത് ഉപയോഗിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ 4 ഭാഗം ഞാൻ പറയും. അബീമലേക്കിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നപ്പോൾ അവിടെ പദം ഉപയോഗിച്ചത് റാഫ. ആമേൻ, ഹല്ലേലൂയ. ജോസഫ് തന്റെ അപ്പന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം ഇടാൻ വിളിച്ച വൈദ്യനെ അവിടെ ഉപയോഗിച്ച പദം റാഫ. ഏലിയാവ് പ്രയോജനമില്ലാതെ കിടക്കുന്ന, അല്ലെങ്കിൽ ഇടിഞ്ഞ് തകർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന ആ യാഗപീഠത്തെ പണിയുവാൻ റീബിൽഡ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചത്. വീണ്ടും പറയട്ടെ, വെള്ളം കുടിക്കുവാൻ മാർഗമില്ലാതെ, ഒരു യോഗ്യതയും ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന വെള്ളത്തെ നമ്മുടെ എലീശ പ്രവാചകൻ പ്യൂരിഫൈ ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിച്ച പദം റാഫ. അർത്ഥം, നിനക്ക് പ്രയോജനമില്ലാതിരിക്കുന്ന അവയവം കൈയാണോ, ഇന്ന് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക. അത് പ്രയോജനമുള്ളതാണോ, അത് കിഡ്നിയാണോ, ലിവറാണോ, ഹാർട്ടാണോ, അത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുക്കുക. ഇന്ന് പകൽ അതിനെ പ്രയോജനമുള്ളതാക്കുവാൻ എന്റെ ദൈവം ശക്തന, എന്റെ ദൈവം ശക്തന, എന്റെ ദൈവം ശക്തന. അവന്റെ പേരത്തെ റാഫ. അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുവിരിക്കുന്നു, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുവിരിക്കുന്നു, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നുവിരിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. 103 സങ്കീർത്തനം പറഞ്ഞ ഞാൻ അവൻ നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി. കർത്താവിനെ രോഗത്തിന്റെ വലിപ്പം ഒരു പ്രശ്നമല്ല, നീ കഴിക്കുന്ന മരുന്നും ഒരു പ്രശ്നമല്ല, നിന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന വിധികളും എന്റെ കർത്താവിനൊരു പ്രശ്നമല്ല. അവന്റെ രീതി എന്ന് പറഞ്ഞ സകലത്തെ സൗഖ്യമാക്കും. ഒരു വാക്കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. 8-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം, 8-ാമത്തെ അധ്യായം വേഗത്തിൽ വായിച്ചാട്ടെ. 16 മുതൽ 17 വരെയുള്ള വാക്യം. മാത്യു ചാപ്റ്റർ 8, 16 and 17. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. ചില ദീനക്കാരെന്നാണോ സിസ്റ്റർ എഴുതിയേക്കുന്നത്? നിങ്ങളുടെ ദീനത്തിലും അവിടെ സൗഖ്യമുണ്ട്. അവൻ സകല ദീനക്കാരെയും സൗഖ്യമാക്കി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാഗ്ദത്തത്തിന് നിവർത്തീകരണമായിട്ടാണ് യേശുക്രിസ്തു അവിടെ ആരംഭിച്ചത്. ഇന്ന് രാത്രിയിൽ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗത്തെ അഴിക്കുവാൻ ഈ കർത്താവ് ശക്തനാണ്. എല്ലാ കണ്ണുകളും പറയട്ടെ, എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചാട്ടെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വിശ്വസിച്ചാൽ റാഫ മറന്നു പോകരുത്. അവയവങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നവർ ദൈവകരങ്ങളിൽ കൊടുത്താൽ അതിനെ റീബിൽഡ് ചെയ്യുവാൻ ദൈവം ശക്തനാണ്. അവൻ ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ആ ബുദ്ധിമുട്ടിനെ മാറ്റി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനാണ്. കാരണം അവൻ റീബിൽഡ് ചെയ്യുന്ന ദൈവമാണ്, അവൻ റീക്രിയേറ്റ് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽ നിങ്ങളുടെ രോഗം ഏതെന്നുള്ള ദൈവത്തിന് വിഷയമല്ല, കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഏത് സാഹചര്യത്തെ മാറ്റുവാൻ അതെ ഇന്ന് പകൽക്കാലം ശരീരത്തിൽ ആത്മാർത്ഥമായി എനിക്ക് സൗഖ്യം വേണമെന്നുള്ള കാര്യങ്ങൾ ഉയർത്തി. സ്തോത്രം. നമുക്ക് എല്ലാവരും രോഗമുണ്ടോ? എഴുന്നേറ്റ് നാട്ട് ദൈവസന്നിധിയിൽ. ഒന്നുകൂടെ ഞാൻ പറയുന്നത് കേൾക്കണം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? കൈവൊക്കെ എഴുന്നേറ്റാ മതി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, രോഗമുള്ളവർ മാത്രം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അവൻ നമ്മുടെ രോഗത്തെ ധരിച്ചു. ബ്രദറെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രോഗം കർത്താവ് ഓൾറെഡി ശരീരത്തിലെടുത്തു. 2, യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അവൻ അത് വഹിച്ചു ചുമന്നു കൊണ്ടുപോയി.
ക്രൂശിൽ നമുക്ക് മക്കളുടെ അപ്പമായി സൗഖ്യം മാറുവാൻ അവൻ ഈ വില കൊടുത്തു. അവൻ തകർക്കപ്പെട്ടു. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഇത് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏത് രോഗമാണെങ്കിലും അതിനെ സൗഖ്യമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. അതിലെനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് ഇന്ന ഭാഗത്ത് രക്തത്തിന്റെ കുറവുകളോ രക്തത്തിലുള്ള രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പോയി ചെയ്യാം. എന്നാൽ പ്രത്യക്ഷമായി ഇപ്പം എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനോട് നമ്മൾ പ്രത്യേകം ഈ എഴുന്നേറ്റ് മുന്നോട്ട് വന്നാൽ ഒന്ന് മുന്നോട്ട് വന്നാൽ എഴുന്നേറ്റുന്നവർ മുന്നോട്ട് വരിക. അവൻ നമ്മൾ ഒന്നിച്ചൊരു കോർപ്പറേറ്റ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവ് അത്ഭുതം ചെയ്യുവാൻ മതിയായവരാണ്. നിങ്ങൾ വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യുവാൻ, ദൈവം അത്ഭുതം ചെയ്യുവാൻ മതിയായവരാണ്. ആമേൻ. ഇവിടെ ഒരു വ്യക്തികൾക്കും അത്ഭുതം ചെയ്യുവാൻ കഴിയത്തില്ല, എന്നാൽ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. നമുക്ക് സൗഖ്യം ആവശ്യമാണോ? നമ്മുടെ ഈശ്വര ദൈവം നോക്കുന്നുണ്ട്. നമുക്ക് സൗഖ്യം വേണമെന്നുണ്ട് എന്നാൽ മറ്റുള്ളവർ എന്നെ വിചാരിക്കുന്നു വിചാരിച്ചാൽ നടക്കത്തില്ല. മറിച്ച് എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. യേശു സൗഖ്യമാക്കുന്നവൻ, അവൻ റാഫ, അവൻ എന്റെ കുറവ് പരിഹരിക്കുവാൻ കഴിവുള്ളവൻ, അവൻ എന്നെ നോർമലാക്കുവാൻ കഴിവുള്ളവൻ, അവൻ എന്റെ അവയവത്തെ പ്രയോജനമുള്ളതാക്കുവാൻ കഴിവുള്ളവൻ എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? 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 നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. അത് ആദ്യം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മൾ വിശ്വസിക്കണം, റാഫ യഹോവ, അവന്റെ നിത്യമായ പദ്ധതിയായിരുന്നു ബ്രദറെ സിസ്റ്ററെ നമ്മളെ സൗഖ്യമാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവൻ വന്ന് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ അവന്റെ പേര് പറഞ്ഞു, ഞാൻ റാഫ യഹോവയാണ്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഇന്ന് പകൽക്കാലം അത് വിശ്വസിച്ചാൽ നമുക്ക് ഈ സൗഖ്യം തരുവാൻ വേണ്ടി യേശു വില കൊടുത്തു. പറഞ്ഞ യേശു വില കൊടുത്തു. നിങ്ങളുടെ രോഗം എന്താന്ന് വെച്ചിട്ട് ആ രോഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറ. ഈ രോഗത്തിന് വേണ്ടി ആ രോഗം പറ. ആ രോഗം എന്താന്ന് വെച്ചാൽ ആ രോഗം യേശു വില കൊടുത്തു. വിളിച്ചു പറ, യേശു വില കൊടുത്തു. ഉറക്കെ വാതർന്ന് പറ, വില കൊടുത്തു. നട്ടല് പ്രോബ്ലമാണെങ്കിൽ നട്ടല്, കിഡ്നിയുടെ പ്രോബ്ലമാണെങ്കിൽ കിഡ്നി, ലിവറിന്റെ പ്രോബ്ലമാണെങ്കിൽ ലിവർ, ട്യൂമറാണെങ്കിൽ ട്യൂമർ, അവൻ അലർജി ആണെങ്കിൽ അലർജി. അതിനു വേണ്ടി യേശു വില കൊടുത്തു. യേശു വില കൊടുത്തു. അവൻ സഹോദരി ശ്രദ്ധിച്ചുകട്ടെ, ഇന്ന് നീ അനുഭവിക്കുന്ന ആ രോഗം എന്റെ യേശു അന്ന് അനുഭവിച്ചു. അതാണ് പറയുന്നത്, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ഇന്ന് നിന്റെ ബുദ്ധിമുട്ട് അന്നേ യേശു അനുഭവിച്ചതാ. അവൻ എന്നിട്ട് അവൻ എന്നാ ചെയ്തെന്നറിയാമോ? ഇതും ചുമന്നുകൊണ്ടാ അവൻ മലമുകളിലേക്ക് കയറുന്നത്. 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 വിശ്വസിക്ക, 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 വിശ്വസിക്ക. സൗഖ്യം in the name of Jesus. Jesus. എന്നോട് ചേർന്ന് നിങ്ങൾ പറഞ്ഞത്, കർത്താവേ, നിന്റെ അടിപ്പിടലുകൾ എന്നെ സൗഖ്യമാക്കി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പാ, ഈ പ്രഭാതത്തിൽ ഞാൻ സൗഖ്യം പ്രഖ്യാപിക്കുക. കാരണം എന്റെ യേശു എന്റെ രോഗം ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. സൗഖ്യമെന്റെ അവകാശമാ, സൗഖ്യമെന്റെ അപ്പമാ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ.
ഇത് നമ്മൾ ജനറലായിട്ട് പ്രാർത്ഥിച്ചു. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഇന്ന രോഗം ഇന്നതെന്ന് തിരിച്ചറിവുള്ളവർ കർമ്മയെ കുറിച്ച് സ്വതന്ത്രം. പ്രത്യക്ഷമായി രോഗമുള്ളവർ പ്രത്യേകം കൈപോക്ക് ഇന്ന് കർത്താവോടെ സൗഖ്യം. ആമേൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്.
വിശ്വസിക്കുന്നു? രോഗം ശാപമായി നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ കടന്നു ഇതെനിക്കൊരു ശാപമായി നിൽക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഇനി സമയം മുന്നോട്ട് പോകാനില്ല. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകാം. ഞാൻ തന്നടി പ്രധാന സൗഖ്യം മുതലായ ഈരടികൾ നിങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരുടെയും കരകൾ ഈ ശുശ്രൂഷയിൽ ദൈവം പ്രവർത്തിക്കാൻ പോവാം. ഇന്ന് ഈ കരമുയർത്തിയവർ ദൈവത്തിന്റെ അത്ഭുത സൗഖ്യം കണ്ട് അവർ മടങ്ങാൻ പോവാ. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആസ്മ ബാധിച്ച് നമ്മുടെ സഹോദരൻ ബുദ്ധിമുട്ടുന്നു, തന്റെ സഹോദരന്റെ ജീവിതത്തെ അത് വല്ലാതെ അലട്ടുന്നു. അത് നമ്മൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകാം. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ശരീരത്തിൽ വേദനയാൽ ഭാരപ്പെടാറുണ്ട്. കൈ പൊക്കാൻ മേല, കാല് പൊക്കാൻ മേല ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തി അവർക്ക് ഇപ്പൊ നമുക്ക് ഒരു മിനിറ്റോടെ സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്തോ വേദന ആ വേദനയാണ് തിരിച്ചറി. കർത്താവ് തിരിച്ചറിഞ്ഞു നിങ്ങളുടെ വേദന. നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഈ വേദനകൾ വിട്ടുമാറട്ടെ, ഈ വേദനകൾ വിട്ടുമാറട്ടെ. ഇവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. ദൈവം നിശ്ചയമായി ആ വേദനകളെ സൗഖ്യമാക്കി കഴിഞ്ഞു. അത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. നാളെ ഒന്ന് സാക്ഷ്യം പറയുക. അമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് നമ്മുടെ മധ്യ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് നിന്നാട്ടെ, എല്ലാവരും കണ്ണടച്ച് നിന്നാട്ടെ. രോഗം ഞാൻ പറയുന്നില്ല. നമ്മുടെ മധ്യ സഹോദരനുണ്ട്. ആ ശക്തി ഇന്ന് ആ ശരീരം വിട്ടു പോകാൻ പോവാ. തന്റെ പൈതലിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ രോഗം കെട്ടിടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുന്നു. പരിപൂർണ്ണ സൗഖ്യം, പരിപൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കും. നമ്മുടെ ചർച്ചിൽ ദൈവം അത്ഭുതങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദോഹയുടെ ഉണർവിന് വേണ്ടി ചർച്ചയെ ഉപയോഗിക്കും. വിശ്വാസത്തോടെ രോഗികളെ കൊണ്ടുവരിക, പ്രാർത്ഥിച്ചവരെ സൗഖ്യമാക്കി വിടാം. നമ്മളല്ല സൗഖ്യമാക്കുന്നത്, യേശു അവരെ തൊടും. ഇത് ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ, നിങ്ങളുടെ രക്തത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ നാളെ തന്നെ 10 രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നോർമലായിരിക്കും, നോർമലായിരിക്കും. യേശുവിന്റെ നാമത്തിൽ നോർമലായിരിക്കും. അത് നോർമലായിരിക്കും, അത് നോർമലായിരിക്കും, അത് നോർമലായിരിക്കും, അത് നോർമലായിരിക്കും. ദൈവം നമ്മളെ സൗഖ്യമാക്കി. അതുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മറന്നു പോകല്ലേ. നമ്മൾ രോഗം ചുമക്കാതിരിക്കുവാൻ യേശു നമുക്ക് വേണ്ടി ചുമന്നു.
ഇനി അറിവിട്ടവരായി തീരാതെ വിളിച്ചു പറ, യേശു എന്ന രോഗം ഏറ്റെടുത്തു. രണ്ടാമത്തെ മരുന്ന്, നാളെ മുതൽ 2 മരുന്ന് കഴിക്കുക. ഒന്ന്, ഞാൻ ദാരിദ്ര്യത്തിന്റെ കീഴിലല്ല, ഞാൻ സമർത്ഥന്റെ കീഴിലാണ്, കാരണം യേശുവിന്റെ ദാരിദ്ര്യം ഏറ്റെടുത്തു. 2, ഞാൻ രോഗത്തിന്റെ കീഴിലല്ല, ഞാൻ സൗഖ്യത്തിന്റെ കീഴിലാണ്, കാരണം എന്റെ യേശുവിന്റെ രോഗം ഏറ്റെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സർവശക്തനായ നമ്മുടെ ദൈവം വൈദ്യനാ. അവൻ തന്ന ഈ മരുന്ന് നിങ്ങൾ നാളെ മുതൽ കഴിക്കുക. നമ്മുടെ ഇടയിൽ രോഗികൾ ഉണ്ടാകത്തില്ല, നമ്മുടെ ഇടയിൽ രോഗികൾ ഉണ്ടാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആ രോഗക്കെട്ടുകൾ വിട്ടുപോയിരിക്കാം. വിശ്വാസത്തോടെ പോവുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന ജനത്തെ നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചയക്കുന്നു. ഈ ആഴ്ച ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ, ഈ ആഴ്ച ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധിയാകട്ടെ, ഈ ആഴ്ച ഇവരുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകട്ടെ, ദൈവത്തിന്റെ അത്ഭുതം ഒരു കാണട്ടെ. അവർ ചെല്ലുന്നിടത്ത് ഒരു മാറ്റവും വിടുതലും ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. രക്തം കൊണ്ട് മുദ്രയിട്ട് അയക്കുന്നു. കർത്താവ് കാക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കിത് സൗഖ്യം തന്ന കർത്താവ് നമ്മളെ ആ സൗഖ്യത്തോടെ അയക്കുമ്പോൾ മറ്റുള്ളവരെയും നമ്മൾ ഈ സൗഖ്യത്തിലേക്ക് നയിക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് പോയി പറയണം, എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെ സൗഖ്യമാക്കാം. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കിയ പിതാവായ ദൈവത്തിന് കാര്യങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സൗഖ്യം ലഭിച്ചവർ, സൗഖ്യം ലഭിച്ചവർ കരമാഞ്ഞടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സമാധാനത്തോടെ പോവുക. ദൈവം